എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കോമഡി മാസ്റ്റേഴ്സ്. യോയോ വെക്കുന്നവരൊക്കെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പലരും ഇവിടെ പെടാൻ പോവുകയാണ്. പലർക്കുമുള്ള ഒരു ടാസ്ക് ആവാനാണ് ചാൻസ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓടിയെത്തുന്നത് എവിടെയാണ്? ഞാൻ എന്റെ അച്ഛനമ്മയുടെ അടുത്ത്. അങ്ങനെയല്ല, ഒരു കേസ് കെട്ടാണെങ്കിൽ, ഒരു വള്ളിക്കെട്ട് കേസ് കെട്ടാണെങ്കിൽ കോടതി ഒരു ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി കോടതിയിലേക്കല്ലേ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പലരും കോടതിയിൽ പോകേണ്ടി വരും, ചിലപ്പോൾ കോടതി കയറേണ്ടി വരും. കരിനാക്കണോ? അല്ല, കരിനാക്കൊന്നുമല്ല, പറയുന്നില്ല. നമുക്കറിയാവുന്ന കോടതി അല്ല, കാട്ടിലെ ഒരു കോടതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കാട്ടിലെ കോടതിയാ? അവിടെയാണ് ഒത്തുതീർപ്പുണ്ടാക്കുന്നത്. നമ്മുടെ കേസല്ലത്. നമ്മുടെ കേസേ അല്ല, മനുഷ്യന്മാരുടെ കേസേ അല്ല, വേറെ വെള്ളി കേസാണ്. അപ്പൊ എലീനേന്റെ എന്നിട്ട് അതിന്റെ ലാസ്റ്റ് ആര് പെടും പെടില്ല എന്നുള്ളതൊക്കെ ഇപ്പൊ പറഞ്ഞു തരാം കേട്ടോ. കോടതിയിലേക്ക് പുതിയ കോഴിക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നോ? അതെ. ഇപ്പൊ കേസായിട്ടില്ല, ഇപ്പൊ പോയി കൂട്ടി കയറിക്കോ. കേസാകുമ്പോ ഞാൻ വിളിക്കാം. പഴയ മാൻകുട്ടി ഇവിടെ ഉണ്ടായിരുന്ന പുല്ല് ഇന്നത് മതി. ഇനി ലെറ്റ് ബ്രേക്കിന് കഴിഞ്ഞാ അപ്പൊ കോടതി തുടങ്ങാൻ പോവുകയാണ്. കോടതിയോ? കോടതി എന്നല്ലേ പറയാ? കോടതി അങ്ങ് നാട്ടിലെ കാട്ടില് കാടതി. അത് മനസ്സിലാക്കാൻ വേണ്ടിട്ടല്ലേ ഈ ബോർഡിൽ കാടതി എഴുതിച്ച്? ഇത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ അല്ലായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ മൂങ്ങടുത്ത് പറഞ്ഞു ഇവിടെ കാടതി എഴുതാൻ. അവ എഴുതിയത് കണ്ട കാട്ടുതി എന്ന്. രാവിലെ കണ്ണ് കണ്ടുകൂടാത്ത ആ മൂങ്ങയുടെ അടുത്ത് ആരെങ്കിലും ഈ പണി ഏൽപ്പിക്കോ? എന്നാ നിങ്ങക്ക് രാത്രി എഴുതിപ്പിച്ചൂടായിരുന്നോ? രാത്രിയാണെങ്കിൽ എനിക്കും കണ്ണു കാണില്ല. ലാസ്റ്റ് ഞാൻ ആർട്ടിസ്റ്റ് മരം കൊത്തിനെ വെച്ചിട്ടാണ് ഇത് കൊത്തിയിട്ട് കാടതി ആക്കിയത്. അപ്പൊ കേസ് വിളിക്കാൻ പോവുകയാണ്. കേസ് വിളിക്കുന്ന ബെഞ്ചുകാർക്കല്ലേ? നമ്മുടെ ബെഞ്ച് കളർക്ക് ദോണ്ടാ ബെഞ്ചിൽ നിന്ന് കുത്തുന്നതാണ്ട ആ കോഴിക്കുഞ്ഞാണ് നമ്മുടെ ബെഞ്ച് കളർക്ക്. ഇന്ന് സിംഹത്തിന്റെ കേസാ നടക്കണ പറഞ്ഞിട്ട് പേടിച്ചു പോയിരിക്കുക. അപ്പൊ കേസ് വിളിക്കാം. പൊന്മുടിക്കാട്ടിലെ പുള്ളിമാമ്പവനത്തിലെ കലമാന്റെ പ്രിയതമനായ സുലൈമാനോ അല്ല, പുള്ളിമാനെ വേട്ടയാടിക്കൊണ്ടുപോയ സിംഹപ്പുര വീട്ടിലെ സിംഹരാജാവ് ഹാജറുണ്ടോ? ഇങ്ങനെ വിളിച്ചാലോ സിംഹം വരില്ല എന്നട്ടോ എനിക്ക് തോന്നുന്നു. അവൻ ഇങ്ങോട്ട് വരുത്താനുള്ള ഐഡിയ ഒക്കെ എന്റെ ഉണ്ട്. ഇത് കണ്ട, ഇത് നല്ല ആട്ടിറച്ചിയാണ്. ആട്ടിറച്ചി 2 പീസേ ഉള്ളൂ. അവ ഇങ്ങോട്ട് വന്നോളും. എന്റെ നല്ല ആട്ടിറച്ചി ഉണ്ട്. നല്ല തുടുതുടാന്ന് പറഞ്ഞ ആട്ടിറച്ചിയാണ്. നല്ല സോഫ്റ്റ് ആട്ടിറച്ചിയാണ്. ഇത് ഞാൻ ഇപ്പൊ കടുവയ്ക്ക് കൊടുക്കുവേ. അയ്യോ കൊടുക്കല്ലേ, സിംഹ ഹാജരുണ്ട്. പേടിച്ചിട്ട് ഓടിയൊന്നുമില്ല, ഒറ്റ വലിക്ക് 2 ഇറച്ചി കഴിക്കണ്ട വിചാരിച്ചു. അയ്യോ പല്ല് പോയേ, അയ്യോ പല്ല് പോയി. ഒരു സിംഹത്തിന് ഇത്രയും കൊതി പാടില്ല. അതെ, ആട്ടിറച്ചി കരിങ്കല്ലി കൊണ്ടുതന്നേക്കതേ. അയ്യോ, ഞാൻ ആട്ടിറച്ചി എന്നല്ല പറഞ്ഞ്, ആർട്ടിറച്ചി. ആർട്ടുകാരുണ്ടാക്കി തന്ന ഇറച്ചി. നിന്റെ പല്ല് പോയാ? ഇനി സമാധാനായിട്ട് കാടതി നടത്താം. നീ കാടതിയില ഒരു മൃഗങ്ങളെ നീ പിടിച്ച് തിന്നൂലല്ലോ. കൂട്ടി കയറാ. അല്ല, ആ കൂട്ടിലൊന്ന് കേറാൻ. കൂട്ടി കയറാം. അല്ല, എങ്ങോട്ട് തല്ലി പിടിച്ച് പോണ്? അല്ല, മാനിന്റെ കൂട്ടി ഇരിക്കാം, അതാകുമ്പോ മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാല്ലോ. അമ്മടെ ചിഞ്ചുണ്ടാക്കടി, ഈ വാലി വെച്ചൊന്ന് തന്നാട്ടല്ലോ. ഈ വാലി വെച്ചൊന്ന് തന്നാട്ടല്ലോ. ഒരു മാന്റെ കേസിലാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ഓർമ്മ വേണം. പോയി ആ കൂട്ടി കയറ്. അല്ല മാൻകുട്ടി, നിനക്ക് വാദിക്കാൻ ആരുമില്ലേ? കുറുക്കിയത് വേണ്ട, കലക്കിയത് മതി. കുറുക്കിയത് നല്ല കലങ്ങി. എന്നാ വരാൻ പറയൂ. അയ്യോ എന്ത് പറ്റി കോഴിക്കുഞ്ഞെ? ആ കുറുക്കൻ എന്നെ പിടിക്കാൻ വന്നേ, എന്നെ തിന്നുവേ. അയ്യോ, അല്ലെങ്കിൽ ആ കുറുക്കന്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ട് തന്നെ. നീ എന്തിനാണ് അതിന്റെ അടുക്കള വഴി ഓടിയത്? ഞാനൊരു കുറുക്കനല്ലേ? കുറുക്കനായിട്ട് കണ്ടവരുടെ അടുക്കളയിൽ കൂടെ കയറുക. നിനക്ക് നേരെ വഴി വന്നാ പോരെ? ഞാനൊരു കുറുക്കനായതുകൊണ്ട് എനിക്ക് കുറുക്കു വഴിയേ വരാൻ പറ്റൂ. കേസ് തുടങ്ങട്ടെ. എന്താടി ഇത്? ഗ്യാസ് തുടങ്ങി. അല്ലല്ല, നിർത്ത്. ഇതല്ലേ ഉള്ളൂ.
ഇന്നലെ ഇറച്ചി എന്തിയെ? ഇന്നലെ രാത്രി വന്ന് ഇതിന്റെ ഇറച്ചിയെല്ലാം നിന്നിട്ട് എന്റെ മുന്നിൽ ബെസ്റ്റ് ആക്ടർ കളിക്കല്ലേ. ലേഡർ, 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 ലേഡറാ? ആ, ഈ സിംഹത്തിന്റെ കേസ് എന്തായാലും ഒരു ഏണിയാവുമല്ലോ. അതുകൊണ്ടാ ലേഡർ, ലേഡർ, ലേഡർ. പോയി കേസ് വാദിക്കൂ. ഈ നിൽക്കുന്ന കലമാനെ നിങ്ങൾക്കറിയാമോ? പിന്നെ അറിയാതെ ഞാൻ എത്ര തവണ ചാടി പിടിക്കാൻ നോക്കിയാന്നറിയോ? അപ്പോഴൊക്കെ എന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഒഴിഞ്ഞു മാറും. പിന്നെ പിടിക്കാൻ നോക്കും, പിന്നെ ഒഴിഞ്ഞു മാറും. ആണാ? ഭയങ്കര ഓട്ടക്കാരിയാ. ആണല്ലേ? ചുമ്മാതല്ല എന്റെ കൈ കിട്ടാത്തത്. വാദിക്കൂ, വാദിക്കൂ. നിങ്ങൾ കലയുടെ മാമനല്ലേ? കലയുടെ മാമനോ? ഞാൻ കലമാനാ. എനിക്കറിയാം, എന്നോട് ഇല്ല കളി കളിക്കണ്ടേടാ, എനിക്കറിയാം. കേസ് കൊഴുക്കട്ടെ. കൊഴുക്കട്ടല്ല, ഉണ്ടപ്പൊരി അവിടെ ഇരി. എനിക്ക് അറിയത്തുള്ളൂ ഗ്യാസ് പിടിച്ചിരുത്തുന്നത്. വാദിക്കൂ, നോക്കിക്കൊണ്ട് നിക്കാതെ. ഇറച്ചിട്ടൊടുക്ക, നമ്മളെല്ലാം പിടിച്ചു വിഴുങ്ങും. മിസ്റ്റർ രാജസിംഹം. ഞാൻ രാജസിംഹമല്ല, സിംഹരാജൻ. ഇവരെ കണ്ടിട്ട് എന്നെ അറിയില്ലേ, മൊത്തം പോയി. മിസ്റ്റർ രാജമാൻ, മിസ്റ്റർ കലസിംഹം. എന്തോന്നൊക്കെയാണ് ഈ പറയുന്നേ? അല്ല, മാനും സിംഹവും തമ്മിലുള്ള വിഷയമല്ലേ? ഇങ്ങനെ പോയാ ഇത് വിഷയാവും. നമ്മുടെ ഈ കോടതിക്ക് ആദ്യം തന്നെ വേണ്ടത് തെളിവും എവിഡൻസുകളുമാണ്. കോടതിക്ക് ആദ്യം വേണ്ടത് തെളിവല്ല, വെളിവാണ്. എവിഡൻസ് അല്ല, എവിഡൻസ്. എന്നാ ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം, പിന്നെ ഇവൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഉണ്ട് കൊരങ്ങഞ്ചി, ഉണ്ട് കൊരഞ്ചിയാ. പിന്നെ കൊരങ്ങൻ ജഡ്ജിനെ കൊരങ്ങഞ്ചി എന്നല്ലേ വിളിക്കേണ്ടത്. എന്റെ പുള്ളിമാനെ തട്ടിക്കൊണ്ടുപോയത് ഒരാൾ കണ്ടിട്ടുണ്ട്. ആരാണ്? സാക്ഷിയുണ്ട്. കാണിക്കൂ. ഓ, ഈ കാട്ടുപോത്താണ് സാക്ഷി. എന്താണ് അവിടെ കണ്ടത്? അയ്യോ, അല്ല, ഒന്നും മനസ്സിലാവുന്നില്ല. നേരെയുള്ള ഭാഷയിൽ പറയുമ്പോ പറഞ്ഞു പോടാ കാട്ടുപോത്തെ. ഈ സാക്ഷികളെ കൊണ്ടുവരുമ്പോ അക്ഷരസ്ഫുടതയുള്ള സാക്ഷികളെ കൊണ്ടുവരാം. അക്ഷരസ്ഫുടത. ആ, അതുള്ള സാക്ഷികളെ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഡബ് ചെയ്തിട്ട് കൊണ്ടുവരണം. പിന്നെ ഇതിനെ ഡബ് ചെയ്യാൻ ആ ഡബിംഗ് ആർട്ടിസ്റ്റിന് കൊറേ പൈസ കൊടുക്കണം. സോറി, കൊരഞ്ചി. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് കാട്ടുപോത്ത് ഊമ്യാന്നേരി കൊടുത്തൂടി. മണ്ടത്തരം പറയാതെ ഇങ്ങോട്ട് വന്നേ. ഒരു ചെറിയ പീസ് തന്നെ ഇന്നെടുത്തോ. ഡബ് ചെയ്യാൻ വേണ്ടി 2000 രൂപ കോടതി അനുവദിച്ചിരിക്കുന്നു. എടാ, നീ നാട്ടിലൊക്കെ നീ നോട്ടീസ് അടിക്കണം, ഡബിംഗ് ആർട്ടിസ്റ്റിനെ സ്വീകരിക്കുന്നു എന്ന്. പിന്നെ ഈ നോട്ടീസ് കണ്ടിട്ട് ഡബ് ചെയ്യാൻ ആ ഷെമീത്തിലൊക്കെ വരികയല്ലേ? എന്താണ് അവിടെ കണ്ടത്? ചോക്കിയോ? അവിടെ എന്താണ് കണ്ടത്? നിങ്ങളൊന്ന് തെളിച്ചു പറ. എന്റെ കൊരങ്ങഞ്ചി. കൊരങ്ങഞ്ചി അല്ല, ക്ഷമിക്കണം, കുറുക്കിയില്ലേ? എന്താണ് പറയുന്നത്? കുറുക്കാൻ വക്കീല, കുറുക്കിയില്ലല്ലേ പറയേണ്ടത്? പറ. ഒരു ദിവസം ഞാനും എന്റെ പുള്ളിക്കാരനും എന്തോ അല്ല പുള്ളിമാനും കൂടെ നീന്തിലാറ്റുകയായിരുന്നു. എന്ത്? അല്ല, ആറ്റിൽ നീന്തുകയായിരുന്നു. അപ്പൊ ഈ ദുഷ്ടനായ സിംഗം ബാക്കിൽ വന്ന് ഇത് കോടതി വിശ്വസിക്കൂല. ബാക്കിലൂടെ അല്ല അറ്റാക്ക് വരിക, ഫ്രണ്ടിലൂടെയാണ് അറ്റാക്ക്. ഇത് ഞാൻ വിശ്വസിക്കും. അതെന്താ? ചിലവർക്ക് ബാക്കിൽ കൂടെ അറ്റാക്ക് വരും. എന്താണ് അവിടെ നടന്നത്? അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? റിക്രിയേറ്റ് ചെയ്യൂ. റീക്രിയേറ്റ് കാണിക്കൂ. അങ്ങോട്ടോ. ആണ്ടെ, തിന്നതെന്ന് എനിക്ക് തിന്നാളെ മൊത്തം എടുത്ത് തിന്നല്ലേ. പിന്നെന്താണ് നടന്നത്? അത് കാണിച്ചെന്നാ മതി. എവിടെ പോണ്? അല്ല, സാധാരണ സിംഹത്തിന് അരയെ കിട്ടി അതുകൊണ്ട് പോവാറാ പതിവ്. നീ കോടതിയിലെ കേസും കൊണ്ട് പോണ്ട. ആ കേസിലാണ് വെക്ക്. നീ കേസിനെ കൊണ്ട് പോയല്ലേ, ഞാൻ എത്ര പേർക്ക് സമാധാനം പറയണമെന്ന് അറിയോ? വിളിച്ചപ്പോ തന്നെ കേറി അങ്ങ് പൊക്കോളും. പിന്നെന്താണ് നടന്നത്? ചോദിക്കൂ. നമുക്ക് ഇറച്ചിട്ട് കൊടുത്താലേ രക്ഷയുള്ളൂ. അത് അല്ലെങ്കിൽ സിംഹം ഡബിൾ ക്യാച്ച്. സിംഹം, നിങ്ങളാണ് ഈ കലമാന്റെ പുള്ളിമാനെ കൊണ്ടുപോയത് നമുക്ക് ഉറപ്പായിട്ടുണ്ട്. പുള്ളിമാൻ എവിടെ? വയറ്റില. എന്റെ വയറ്റിലല്ല, എറണാകുളം വയറ്റിലേല്. അപ്പൊ സംശയിക്കണ്ട, അത് ആരെങ്കിലും വയറ്റിൽ പോയി കാണും. പിന്നെ എന്താണ് സംഭവിച്ചത്? ഞാൻ ഈ പുള്ളിമാനെ കൊണ്ട് വയറ്റിലെ ഹബ്ബി കൂടെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാട്ടിലുണ്ടായിരുന്ന നീ എങ്ങനെ നാട്ടിലോട്ടെത്തി? അപ്പൊ നിങ്ങൾ എന്തോന്ന് വിചാരിച്ചാ? നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടെ? അതെ, കാട്ടില് ഭക്ഷണം കിട്ടാത്തോണ്ട് കാട്ടിലെ മൃഗങ്ങളൊക്കെ ഇപ്പൊ നാട്ടിലിറങ്ങിയ ഭക്ഷണം കഴിക്കുന്നത്. നാട്ടിൽ മനുഷ്യരൊക്കെ എങ്ങനെ സഹകരിക്കുന്നേ? ഓ, അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ മൃഗങ്ങൾ തന്നെയാ നല്ലത്.
നാട്ടിൽ മൃഗങ്ങളെക്കാൾ കഷ്ടമാടാ മനുഷ്യര്. പിന്നെ എന്താണ് സംഭവിച്ചത്? എന്നിട്ട് ഞാൻ ഈ പുള്ളിമാനെ കൊണ്ട് വയറ്റിലെ ഹബിക്കൂടെ ഓടിപ്പോക്കൊണ്ടിരുന്നപ്പോ 2 മനുഷ്യന്മാര് വന്നെന്റെ അതും കാറില് എന്നെ മടിച്ച് എന്റെ ഇത് പറിച്ച് ഡിക്കിക്കകത്തിട്ട് അങ്ങ് കൊണ്ടുപോടാ. സിംഹത്തിന്റെ കയ്യിൽ നിന്ന് ഇറച്ചി മേടിച്ചോണ്ട് പോവാൻ പറ്റിയ അതേ 2 മനുഷ്യന്മാര്. സിംഹത്തിന്റെ കയ്യിൽ നിന്ന് ഇറച്ചി കെട്ടിക്കൊണ്ടുപോയ ആ 2 മനുഷ്യന്മാര് സമ്മതിക്കണം കേട്ടാ. നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ കാട്ടിലെ CCTV ഒക്കെ ഒന്ന് തുറക്ക്. മൂങ്ങച്ചി മൂങ്ങച്ചി ഓപ്പൺ എന്തുവാ മൂങ്ങച്ചിയോട് കണ്ണോർക്കാൻ പറഞ്ഞത്? സിംഹത്തിന്റെ കയ്യിൽ നിന്ന് ഇറച്ചി കൊണ്ടുപോയി നമുക്ക് അറിയണ്ടേ? സിംഹച്ചി ഓപ്പൺ ഇവരെ എന്നെ ഇറച്ചി കൊണ്ടുപോയത്. ഇവര് തന്നെ എന്റെ ഇത് കൊണ്ടുപോയത്. എന്നെ ഇറച്ചി കൊണ്ടേ മഹാപാപികള്. ഞാൻ പറഞ്ഞില്ലടാ ഈ കേസ് എന്റെ കയ്യിൽ നിൽക്കില്ലെന്ന്. അതുകൊണ്ട് ക്ഷീണിച്ച് കിടക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. നിങ്ങൾ അവർക്ക് രണ്ടാൾക്ക് ഒരു ശിക്ഷ കൊടുക്ക്. ഈ മനുഷ്യന്മാരുടെ ശിക്ഷ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. ഇനി ഇതിന്റെ വിധി പറയണമെങ്കിൽ അങ്ങ് കോമഡി മാസ്റ്റേഴ്സിലെ എലീന ചേച്ചി പറയണം. പോയി വിളിച്ചോണ്ട് എലീന ചേച്ചിയെ. എലീന ചേച്ചി എങ്ങോട്ട്? നമുക്ക് അവർക്ക് ശിക്ഷ കൊടുക്കണ്ടേ? വാ വേഗം ഒന്ന് വാ. എലീന ചേച്ചി നമ്മുടെ സിംഹത്തിന്റെ കയ്യിൽ നിന്ന് ഇറച്ചി തട്ടിക്കൊണ്ടുപോയ ആ 2 പേർക്കും നല്ല തറ്റതായ ശിക്ഷ കൊടുക്കണം. സംഭവം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. നമ്മുടെ കൂട്ടത്തിലുള്ള 2 ആൾക്കാരാണ് ചെയ്തത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവര് ചെയ്തതെന്നുള്ളത്. ഞാനാണെങ്കിൽ ഒരു പീസ് എടുത്ത് കഴിക്കുകയും ചെയ്തു. അറിയില്ലായിരുന്നു. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ. അവര് കഴിച്ചത് മാനല്ല. മാനല്ലേ? അപ്പൊ അവരെന്താ കഴിച്ചത്? അവരേതോ ബീഫോ ചിക്കനോ ആണ് കഴിച്ചത്. അപ്പൊ തട്ടിക്കൊണ്ടുപോയി ഇവര് കഴിച്ചു. തെളിവ് എല്ലാം പറഞ്ഞു നമ്മളോട്. അല്ല അതെ, ഞങ്ങൾ അതല്ല കഴിച്ചത്. ഞാൻ നോബിയാണ് മേടിച്ചോണ്ട് എന്തോ ഇതാണ് കഴിച്ചത്. അതെ നോബിച്ചേട്ടാ എങ്ങനെ സാധിച്ചത്? ഭയങ്കര മോശമായി പോയി ചെയ്തത്. അത് ഞങ്ങള് സിംഹത്തിനാണ് ഉന്നം വെച്ചത്. സിംഹത്തിനെ കിട്ടിയില്ല. കയ്യിലിരുന്ന മാനിനെ പിടിച്ചു, അതും ചാടിപ്പോയി. ആണോ? ആന്ന്. പിന്നെ ആ വിഷമത്തില് ഞങ്ങൾ ഇച്ചിരി കരിങ്കോഴി മേടിച്ചത്. കരിങ്കോഴി ഫ്രൈയും കറിയും. അപ്പൊ ഇത് അങ്ങോട്ട് ശരിയാവുന്നില്ല. കൊണ്ടുപോയത് മാനിന്റെ പുള്ളിമാനെ കണ്ടുപിടിച്ച് എവിടുന്നാട്ടാ കണ്ടുപിടിച്ചത്? ഇപ്പോ ഇതാണോ? ഇതാ എന്റെ പുള്ളിമാൻ. ഈ പുള്ളിമാനെ ഈ സിംഹം വേട്ടയാടി കൊണ്ടുപോയി പറഞ്ഞിട്ട് ഞാനൊരു കള്ളക്കേസ് തന്നതാ. ഞങ്ങള് 2 പേരും എവിടെ വെള്ളം കുടിക്കാൻ പോവാണെങ്കിലും ഈ സിംഹത്തിന് അവിടെ പാത്തും പളിഞ്ഞും ഞങ്ങളെ പിടിക്കണമെന്ന് നിർബന്ധ. അതുകൊണ്ട് തന്നെ ഈ സിംഹത്തിനൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കള്ളക്കേസ് ഒരുക്കിയത്. അപ്പൊ കള്ളക്കേസായിരുന്നോ? അതെ. കുട്ടിയണ്ണ നോബിയണ്ണ ക്ഷമിക്കണേ, ഇതൊരു കള്ളക്കേസായിരുന്നു. അതുകൊണ്ട് ഈ കള്ളക്കോടതി പിരിച്ചു വിട്ടിരിക്കുന്നു. അല്ല അങ്ങനെ ഇപ്പൊ പറഞ്ഞ എങ്ങനെ ശരിയാവല്ലേ? ശരിയാണ്. അങ്ങനെ നമ്മളെല്ലാരും ഇവിടെ വരെ കൊണ്ടുവന്നത് വലിയൊരു വിഷയമായി. ഇവിടെ നിൽക്കേണ്ടതേ അല്ല. അത് ഞങ്ങടത്തല്ല. ഇത് എവിടെ പറയൂ? അത് ഈ സിംഹത്തിനൊരു ശിക്ഷ കൊടുക്കാൻ കൊടുത്താണ്. അതിന് ഞങ്ങളെ പിടിച്ചതിനകത്തിട്ട് ഞങ്ങൾക്ക് മാനനഷ്ടം സംഭവിച്ചില്ലേ? പിന്നെ ഈ സിംഹത്തിന് ഭയങ്കര പേടിയുണ്ടല്ലോ. ഒരു ബോഡി ലാംഗ്വേജിൽ ഒരു കോൺഫിഡൻസ് കുറവ്. എന്ത് പറ്റി സിംഹം ആകെ കൂടി പേടിച്ചു പോയി കോടതി കയറ്റിയപ്പം. അയ്യോ, അത് പല്ല് ഒഴിഞ്ഞ സിംഹമല്ലേ, നേരത്തെ പല്ല് പോയില്ല, അതായിരുന്നു. എന്തായാലും ഇതിലൊരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. തീരുമാനം എത്തുന്നതിന് മുമ്പ് ഈ പെടക്കോഴിയെ നമ്മൾ ആദ്യമായിട്ടാണ് ഈ കാട്ടിൽ കാണുന്നത്. ഈ പെടക്കോഴി ഒന്ന് പരിചയപ്പെടും. സിംഹം ഏതാണ് ഈ പെടക്കോഴി? ഇത് നമ്മുടെ പുതിയ കുട്ടിയാണ്. പുതിയ കുട്ടിയാണോ? എന്താ പുതിയ കുട്ടിയുടെ പേര്? എന്റെ പേര് അശ്വിന. എന്റെ പേര് അശ്വിന. എവിടെയാ സ്ഥലം? എവിടെയാ? കലൂരിലാണ്. ഏത് ക്ലാസ്സിലാ അശ്വിന? ഞാൻ 5th സ്റ്റാൻഡേർഡ്. 5th സ്റ്റാൻഡേർഡിൽ പഠിക്കാണ്. അപ്പൊ അശ്വിന ആദ്യമായിട്ട് നമ്മളോട് കാട്ടിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇതിനു മുമ്പ് എവിടെയെങ്കിലും പെർഫോമൻസോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടുന്നാണ് തുടക്കം. ഇനി അങ്ങോട്ടേക്ക് അടിപൊളിയായിട്ട് ചെയ്യാം അല്ലേ? മോളെ ഏത് സ്കൂളിലാ പഠിക്കണേ? ഞാൻ സെന്റ് ത്രേസസ്. ഓക്കേ, സോ ഓൾ ദ വെരി ബെസ്റ്റ്. വെൽക്കം ടു കോമഡി മാസ്റ്റർ. ഞാൻ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരു ഗെയിമിലേക്ക് പിള്ളേരോടാണ്. അതായത് എന്നെ ഉൾപ്പെടെ ഇതിൽ ജോയിൻ ചെയ്യിപ്പിച്ചോ. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഇപ്പൊ നിങ്ങളെ പോലെ ഞങ്ങൾ ഓരോ കഥാപാത്രങ്ങൾ, അതായത് കാട്ടിലെ സിംഹം, കൊരങ്ങ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുറുക്കൻ, അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ഫേസ് തരാന്ന് വിചാരിക്കാം.
ഏതൊക്കെ മൃഗങ്ങളാക്കും ഞങ്ങളെ? ശ്വേത ചേച്ചിനെ ആദ്യം തുടങ്ങാൻ മോളെ. ശ്വേത ചേച്ചിനെ ആരാക്കും? ക്യൂട്ട് മുയൽ. ക്യൂട്ട് മുയൽ. അത് ക്യൂട്ട് മുയലാണ് അല്ലെ? കാട്ടിലെ ക്യൂട്ട് മുയലാണ് ശ്വേത ചേച്ചി. എങ്കിൽ നമുക്ക് അടുത്ത ഡയന ചേച്ചിനെ എന്താക്കാം? ചേച്ചിനെ അധികം സംസാരിക്കാത്ത മൃഗേതാ? ആമയാക്കാം. എന്നെ എന്റെ ഫ്രണ്ട്സ് പറയണ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണ്. എന്നെ ആമാന്ന് വിളിക്കാറുണ്ട്. ആണോ? ആമാ. നോബിച്ചേട്ടൻ. നോബിച്ചേട്ടൻ ആരാ? സിംഹം. അണ്ണ അങ്ങ് ഗർജിക്കാൻ. കടുവ വഴിയാ എന്നാ കാരണം? ആ ഇരിപ്പ് കണ്ടില്ലേ, അന്തസ്. ഇങ്ങനെ ശോഷിച്ചിട്ടായിരിക്കുന്ന ഇപ്പോഴത്തെ കടുവ. ഇനി അടുത്ത നമുക്ക് ശ്രീവിദ്യ ചേച്ചി. ശ്രീവിദ്യ ചേച്ചി. ശ്രീവിദ്യ ചേച്ചി മയിൽ. മയിലോ? എലീന ചേച്ചി. ശരി, അങ്ങനെ നമുക്കൊക്കെ ഓരോ മൃഗങ്ങൾ ഏതാന്നുള്ളത് നമ്മുടെ പിള്ളേര് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇവരെ നിർത്തിയാൽ അപകടമായതുകൊണ്ട് നമുക്ക് ബ്രേക്ക് എടുക്കാം. എലിയാണല്ലോ, അപ്പൊ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. പൂച്ച വരുന്നു, ഓടിക്കോ. ഓടിക്കോ, ബ്രേക്ക്. എന്റെ ദൈവമേ ഭഗവാനെ, കേരളത്തിൽ എന്തോരം ഉത്സവങ്ങൾ നടക്കുന്നു, എന്തോരം പരിപാടികൾ ഓരോ ബുക്കിംഗ് ഏജൻസിയിൽ നിന്ന് ബുക്ക് ചെയ്യുന്നു. ഈശ്വരാധീനം കൊണ്ട് ഒരൊറ്റ ഒരെണ്ണം ഇവിടുന്ന് പോയിട്ടില്ല. ഇങ്ങനല്ല, അടിയനെ സഹായിക്കണേ, അടിയനെ സഹായിക്കണേ. ഒരു 10 ദിവസം ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഒരു 10 പരിപാടി എനിക്ക് കിട്ടണേ, കിട്ടണേ, അടിയനെ സഹായിക്കണേ. ഇഷ്ടം പോലെ എഗ്രിമെന്റ് ഇരിപ്പുണ്ട്. പക്ഷെ ആരെങ്കിലും ഒന്നൊരു ഒപ്പിട്ട് ഇച്ചിരി അഡ്വാൻസ് 10 പരിപാടി ബുക്ക് ചെയ്താൽ എന്താ ഇവർക്ക്? എഗ്രിമെന്റ് ബുക്ക് അടിച്ചതുപോലെ ഇവിടെ ഇരിക്കുകയാണ്. അതിനിടയ്ക്ക് ഒന്നും പറന്നു പോവാ മനുഷ്യന് പണി ഉണ്ടാക്കാൻ. അതാരാണ്? ഹലോ ഹലോ, കരണ്ടി പ്രോഗ്രാം ഏജൻസി അല്ലേ? എന്തോ? കരണ്ടി പ്രോഗ്രാം ഏജൻസി. കരണ്ടി അല്ല മിസ്റ്റർ, ഗ്യാരണ്ടി പ്രോഗ്രാം ഏജൻസി. പിന്നെ നിങ്ങള് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഈ മുള്ളറക്കോട് തമ്പുരാൻ ക്ഷേത്രത്തിൽ ഒരു ഗാനമേള ബുക്ക് ചെയ്ത് തന്നില്ലേ? തന്നായിരുന്നു. ആ ഗാനമേളയെ ഒന്നുകൂടെ ബുക്ക് ചെയ്ത് തരണം കേട്ടോ ഈ വർഷത്തേക്ക്. ഒന്നുകൂടെ ബുക്ക് ചെയ്യാനോ? ഒന്നുകൂടെ ബുക്ക് ചെയ്യണം. ആ കഴിഞ്ഞ വർഷത്തെ ഗാനമേള അല്പം മോശമായിരുന്നല്ലോ, തമിഴ് പാട്ടുകാരന്റെ പെർഫോമൻസ് കാരണമേ. അയ്യോ, ബാക്കി എല്ലാവരും കൊള്ളായിരുന്നു, തമിഴ് ഗായകനെ ഉള്ളായിരുന്നു അല്പം മോശം. അതെ അതെ അതെ, പരിപാടി കഴിഞ്ഞപ്പോ നിങ്ങൾ തന്ന മുഴുവൻ തുകയും ഞങ്ങൾ തിരിച്ച് തന്ന മാപ്പ് പറഞ്ഞിട്ടാണ് പോകുന്നത്. അത് കുഴപ്പമില്ല. അതേ പരിപാടി വീണ്ടും വേണമെന്നോ? അതെന്താ? കാര്യം എന്ന് വെച്ചാലേ, ആ തമിഴ് ഗായകനെ ഞങ്ങൾ വിട്ടിട്ട് നന്നായിട്ട് പെരുമാറിയായിരുന്നേ. അപ്പൊ അത് തന്നെ ഒന്നുകൂടെ കിട്ടിയാൽ കൊള്ളായിരുന്നു ആ ഗാനമേള. ഞങ്ങൾ ആ തമിഴ്നാട് പാട്ടുകാരനെ മാറ്റി, അവൻ വേറെ ട്രൂപ്പിലാണ്. എന്തായാലും ഈ ട്രൂപ്പിന്റെ തന്നെ ഗാനമേള ഞാൻ ഒന്നുകൂടെ ബുക്ക് ചെയ്തേക്കാം. എന്നാണ് ചേച്ചേ? അയ്യോ വേണ്ട വേണ്ട, ആ തമിഴ് ഗായകനുള്ള ട്രൂപ്പ് തന്നെ വേണം ഞങ്ങൾക്ക്. അതെന്തിന്? അതെന്ന് വെച്ചാലേ അതിന്റെ സ്പോൺസർ 4 പേര് ഗൾഫിലായിരുന്നു. അവർക്ക് അവനെ ഇടിക്കാൻ പറ്റിയില്ല, അവരിപ്പോ ലീവ്. അയ്യോ, അതെങ്ങനെ ശരിയാവുന്നേ? ഒരു കാര്യം ചെയ്യൂ, ഞാൻ ഈ പയ്യനെ നിങ്ങളുടെ മുന്നിൽ കൊണ്ട് എത്തിക്കാം. പക്ഷെ ഗാനമേള ഇവിടുന്ന് ബുക്ക് ചെയ്യണം. എന്നാലും മതി, സൗകര്യമാണ്. കാര്യം നമുക്ക് ഈ ഗൾഫുകാരെ പടക്കാൻ പറ്റൂല, കൊണ്ടിട്ടെന്നാൽ നിങ്ങൾക്ക് ഒരു സ്കോച്ചും കിട്ടും. ഓക്കെ ഓക്കെ, അവനെ ഞാൻ അവിടെ എത്തിക്കുന്ന കാര്യം ഞാൻ ഇട്ടു. പക്ഷെ പരിപാടി ബുക്ക് ചെയ്യണേ. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. പ്രോഗ്രാം ബുക്കിംഗ് ഏജൻസി മാറ്റിയിട്ട് ഇപ്പൊ കൊട്ടേഷൻ ഓഫീസ് തുടങ്ങേണ്ട അവസ്ഥയാണ്. എന്തൊരു കഷ്ടമാണെന്ന് പറ. രാവിലെ ഒരു കല്യാണ വീട്ടിൽ ഗാനമേള കൊടുത്തിരുന്നു, അത് തുടങ്ങിയെന്ന് തോന്നുന്നു. ചെയിൻ സോങ് ആവുമ്പോഴത്തേക്ക് തുമ്മി എന്റെ ഊപ്പാട് തീരും. കളരിക്കൽ ദേവീക്ഷേത്രം. ഇത് പൊതു ആവശ്യത്തിനുള്ളതല്ല, എന്റെ ആവശ്യത്തിനുള്ളതാണ്. മനസ്സിലായി? ഞാൻ രാജ് ബെമ്പാല. ചീറ്റുവോ? വിഷം ചീറ്റുവോന്ന്? അതല്ല, എന്റെ പേര് രാജൻ ബെമ്പാല. അത് വിട്ടുപറ, ഒന്നിച്ച് പറഞ്ഞാൽ അതൊരു വലിയ സർപ്പമാണ്. ഞാനൊരു 1 man ഷോ ആർട്ടിസ്റ്റ് ആണ്. 1 man ഷോ ആർട്ടിസ്റ്റ്. പൊന്മാൻ ഷോ ആർട്ടിസ്റ്റ്. പക്ഷെ നീല കളറോടെ ഉണ്ടായിരുന്ന കറക്റ്റ് ആയിരുന്നു. എന്താ പരിപാടി? എന്താ പരിപാടി? 1 man ഷോ. 1 man ഷോ. എവിടെ പരിപാടി? വേണ്ടത് എവിടാണ്?
എന്റെ പരിപാടി ഞാൻ തന്നെ ബുക്ക് ചെയ്യണം. എന്റെ പരിപാടി ഞാൻ തന്നെ ബുക്ക് ചെയ്യണു. മനസ്സിലായില്ല. അല്ല, ഞാൻ വൺ മാൻ ഷോക്കാരനാണല്ലോ. അപ്പൊ ഞാനിവിടെ കുറെ എനിക്കൊരു അവസരം വേണം, അതിനുവേണ്ടി വന്നതാണ്. അവസരമോ? താൻ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ഞാൻ ഈ കാന്താരയുടെ BGM മ്യൂസിക് ചെയ്യും. കാന്താരിക്ക് മ്യൂസിക് അല്ലല്ലോ, എരിവല്ലേ? അതല്ല, കാന്താരയുടെ BGM മ്യൂസിക് ഞാൻ ചെയ്യും. BGM. അത് എങ്ങനെയാ? എനിക്കറിയില്ല, അത് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. വെറൈറ്റിയാണ്, ആരും അങ്ങനെ ചെയ്യാറില്ല. കേരളത്തില് ഞാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. കേക്കട്ടെ കേക്കട്ടെ. നീ വലിയ വരും, അതുകൊണ്ട് നിർത്തി. ഇതാണോ കാന്താരിയുടെ മ്യൂസിയം? അതെ. ഇത് കാന്താരി അരച്ച് തേച്ചാ തീരാവുന്ന പ്രശ്നങ്ങളെ കേട്ടാ. ഇതൊക്കെയാണോ വെറൈറ്റി പരിപാടി എന്ന് പറഞ്ഞു? വേറെ എന്ത് പരിപാടിയാണുള്ളത്? ഫിഗറോ? ഈ മുഖത്ത് പല ഫിഗറും മിന്നി മറയും. മിന്നി ഏതൊക്കെ ഫിഗറാണ് മിന്നി മറയുന്നത്? മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, ഇതെല്ലാം ഈ ബാഗിൽ ഭദ്രമാണ്. ആ ബാഗിൽ ഭദ്രമായി തന്നെ ഇരുന്നോട്ടെ, വെളിയിൽ ഇറക്കണ്ട, അതായിരിക്കും നല്ലത്. പിന്നെ വേറൊരു കാര്യം, സാധാരണ ഈ ഫിഗർ ചെയ്യുമ്പോണ്ടല്ലോ, നമ്മള് ഈ മമ്മൂട്ടി മോഹൻലാൽ പറഞ്ഞിട്ടാണ് ഫിഗർ ചെയ്യാറ് അല്ലേ? അതെ അതെ, മോഹൻലാൽ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് മോഹൻലാലിനെ കാണിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല. പിന്നെങ്ങനെയാണ്? ഞാൻ നേരെ വന്നിട്ട് ഫിഗർ ചെയ്യും. ഫിഗർ ചെയ്യും എന്നിട്ട് ആളുകൾ കൊണ്ട് പറയിക്കും. അത് ശരിയാ. ഈ രൂപം വെച്ച് ഫിഗർ ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർ നല്ലപോലെ പറയും. നീ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കും, അതുറപ്പാണ്. പിന്നെ അത് മാത്രമല്ല, പിന്നെ എന്താണ് പറ. ഞാൻ ഈ പ്രകൃതിയുടെ സൗണ്ടുകളാണ് കൂടുതലും അനുകരിക്കാറ്. പ്രകൃതിയുടെ പ്രകൃതിയുടെ സൗണ്ട് അത് ബുക്ക് ചെയ്യാൻ പറ്റുമോ? പ്രകൃതിയുടെ ശബ്ദം മാത്രമായിട്ട് എങ്ങനെയാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത്? അല്ല, അതിന്റെ കൂടെ ഇതുകൂടി മിക്സ് ചെയ്ത് പോകും. എന്തൊക്കെയാണ് പ്രകൃതിയുടെ ശബ്ദങ്ങൾ? ഹോക്കി, സുനാമി. അത് കളിയല്ലേടാ? കളിയല്ല, ഹോക്കി, ചുഴലിക്കാറ്റ്, സുനാമി, ഭൂകമ്പം, അതിന്റെയൊക്കെ സൗണ്ട് എടുക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ദുരന്തം വിറ്റ് ജീവിക്കാൻ നടക്കുവാണോ നീ? ദുരന്തം വിറ്റ് ജീവിക്കാൻ നടക്കുവാണോന്ന്? പ്രകൃതിയുടെ ശബ്ദം ചെയ്യാൻ പറഞ്ഞപ്പോൾ ഉള്ള ദുരന്തങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് കടുത്ത ദുരന്തമാണ് നീ, കടുത്ത ദുരന്തം. നീ വേറെ എന്തൊക്കെ ചെയ്യുമെന്ന് പറ. നീ വേറെ എന്തൊക്കെ ചെയ്യും? എന്റെ ഇൻസ്ട്രുമെന്റ് ഉണ്ടോ? നിന്റെ ഇൻസ്ട്രുമെന്റ് ഞാനെന്തിനാണോ കാണുന്നത്? അതല്ല, എന്റെ ഈ വാദ്യോപകരണങ്ങൾ ശബ്ദങ്ങൾ. അല്ല, നിങ്ങൾ ഉദ്ദേശിച്ച ഇൻസ്ട്രുമെന്റ്സ് അല്ല. സോറി, ക്ഷമിക്കണം. അതും എടുക്കൂല്ലേ? അതെടുക്കും. പിന്നെ അത് മാത്രമല്ല, എന്റെ ഷോക്കാർഡ് ഉണ്ടോ? നിന്റെ ഷോക്കേട് ഞാൻ എന്തിനാ കാണുന്നത്? നിനക്ക് അത്ര വലിയ ഷോക്കേടാണ് വല്ല ട്രെയിൻ പോകുന്ന പാളത്തിന്റെ ഫ്രണ്ടിൽ പോയിരിക്കണം. ചുമ്മാ ഇരിക്കുന്ന എന്റെ അടുക്കാൻ വന്നിട്ട് നിന്റെ ഷോക്കേട് കാണാൻ ഞാൻ എന്താ? എന്റെ ഷോക്കാർഡല്ല, പിന്നെ എന്റെ ഷോക്കാർഡ് കണ്ടോന്ന്? ഷോക്കാർഡ് പോസ്റ്റർ. ഷോക്കാർഡോ? ഈ വർഷത്തെ. അതെ, കണ്ടില്ല. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. വെറൈറ്റി ആണ്. ഇതെങ്ങനെയുണ്ട് സാധനം? ഈ മെനക്കേട് ഞാൻ എങ്ങനെ പ്രോഗ്രാം ബുക്ക് ചെയ്യുന്നവരെ കൊണ്ട് കാണിക്കും? ഇതൊക്കെ നീ ചെയ്തതാണോ? അതെ. ഇതേതാണ് ഈ കോട്ടിട്ട മുക്കറി? അയ്യോ, അത് കോട്ടിട്ട മുക്കറിയല്ല, അമിതാഭ് ബച്ചന്റെ ഫിഗറാണ്. ഈ പരിപാടി കൂടെ നടന്നാൽ നിങ്ങൾക്ക് പെൻഷൻ പോലും കിട്ടത്തില്ലെന്ന് മനസ്സിലായോ? കാര്യം ചെയ്യാം, മറ്റേ ഇൻസ്ട്രുമെന്റ്സ് അടിച്ചാലോ? ഏത് നേരത്തെ പറഞ്ഞ ഇൻസ്ട്രുമെന്റ്സ്? അതൊന്നും വിട്ടില്ലല്ലോ, എന്നാ അടിച്ചിട്ട് പോകും. ശ്രീ തബല. ശ്രീ തബല അത് കേട്ടല്ലേ? വെറൈറ്റി ആണ്. അതായത് തബലക്ക് ശ്രീ ഉണ്ട്, അപ്പൊ അത് വെറൈറ്റി അല്ലേ? ബഹുമാന സൂചകം വിളിക്കുന്ന അല്ലേ? തബല കുതിരപ്പുറത്താണോടാ വരുന്നത്? ഇവിടെ വേറെ എന്തെങ്കിലും കാണി? ഇത് കൊച്ചു പിള്ളേർ വരെ കാണിക്കുന്നതാണ്. ഇതെങ്ങനെ നിനക്ക് പരിപാടി വേണോ? വെറൈറ്റി ആയിട്ടുള്ള സംഗതികൾ അവതരിപ്പിക്കേ. പത്മശ്രീ മൃദംഗം അത് കേക്ക്. അതിട് അതിട്. മതി മതി. ഇനി എന്തെങ്കിലും ഉണ്ടോ ഇതേപോലത്തെ വെറൈറ്റി ആരും കേൾക്കാത്തത്? അങ്ങനെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എന്ത്? എന്നെ ഉദ്ഘാടനത്തിന് വിളിക്കുന്ന ഒരു കാലം വരും കേട്ടാ. ഉദ്ഘാടനത്തിന് വിളിക്കുന്ന ഒരു കാലം വരും, അപ്പൊ നമുക്ക് നേരിട്ട് കാണാം. ശരി ശരി കേട്ടാ. നിനക്ക് ഇവിടെ പരിപാടിയില്ല ഇല്ലല്ലേ? നിന്നെ ഉദ്ഘാടനത്തിന് വെക്കുന്ന ആ കാലം വരട്ടെ, അന്ന് നിനക്ക് ഞാൻ പരിപാടി തരാം. പ്രാർത്ഥന ഈ ദിവസം അതിവിടെ വെക്ക. ഇത്രം ചെയ്തതിന്റെ പേയ്മെന്റ് ഞാനും കിട്ടും. അതെന്റെ ഫോണാണ്, വെച്ചിട്ട് പോടാ. നമസ്കാരം. നമസ്കാരം. ഞങ്ങളെ കരക്കാര് പറഞ്ഞു പോപ്പിൻസ് മുട്ടായി പോലുണ്ട്.
ആള് വലിയ തമാശക്കാരനാണെന്ന് തോന്നുന്നു. കൈ നിന്നിട്ട് കളിക്കുന്നു. ഇഷ്ടംപോലെ പരിപാടി ബുക്ക് ചെയ്യുന്നോണ്ട് എനിക്ക് തമാശ പറഞ്ഞ് രസിച്ചിരിക്കാമല്ലോ. ഞങ്ങൾ കരക്കാര് പറഞ്ഞിട്ട് വന്നതാണ്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ കരക്കാർ അതും ഇതും പറയുന്നത് കേട്ടോണ്ട് ഇങ്ങോട്ട് എന്റെ നെഞ്ചത്തോട് കയറാൻ വരരുത്. അതൊക്കെ ചുമ്മാ ആൾക്കാർ പറയുന്നത്. ഇവിടെ നല്ല നീറ്റ് പരിപാടിയാണ് ഞാൻ കൊടുക്കുന്നത്. അയ്യോ, ഇതല്ല പറഞ്ഞത്. ഗ്യാരണ്ടി പ്രോഗ്രാം ഏജൻസീസ്. ഓക്കെ, പേരിൽ തന്നെ ഗ്യാരണ്ടിയാണ്. ഞങ്ങള് 2 കരക്കാരാണ്. അതെ, 2 കരക്കാരാ, വടക്കേക്കര തെക്കേക്കര. ആ 2 കരക്കാരും കൂടെ ചേർന്ന് ഒരു കരക്കാരായിട്ട് വന്നിരിക്കുകയാണ് ഇത്തവണ പ്രോഗ്രാം ചെയ്യാനായിട്ട്. അതെന്തൊരു മണ്ടത്തരമാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ചെയ്യുന്ന ദ്രോഹമാണിത്. നിങ്ങൾ എന്തിനാണ് 2 കരയോട് ഒന്നിക്കുന്നത്? 2 കരയും 2 പരിപാടി ചെയ്യൂ. അപ്പൊ എനിക്ക് 2 പരിപാടി നിങ്ങൾക്ക് തരാൻ പറ്റും. അല്ല, ഞങ്ങൾ ഇതേവരെ വ്യത്യസ്ത രീതിയിലായിരുന്നു നിന്നോണ്ടിരുന്നത്. ശത്രുക്കളായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ചു. അപ്പൊ 2 കരക്കാർ കൂടെ പറഞ്ഞു ഒരു കരക്കാരായിട്ട് പരിപാടി നടത്തട്ടെ എന്ന്. ഒറ്റ പരിപാടി. ഒരുമിച്ച് ഒറ്റ പരിപാടി. നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങള് 2 പേരുടെ എഫക്റ്റിലുള്ള പരിപാടികളാണ് ബുക്ക് ചെയ്യാൻ പോകുന്നത്. ഓ, അങ്ങനെ അങ്ങനാണെങ്കിൽ ഈ വർഷത്തെ ഏറ്റവും കിടല നാടകമുണ്ട്, തുളസി തീർത്ഥം. തുളസി തീർത്ഥം സമിതിയുടെ. അത് വേണ്ട, അത് വേണ്ട. ഞാൻ കണ്ടതാ. ആണോ? ഞാൻ കണ്ടതാ. അത് വേണ്ട. വേറെ പരിപാടി. വേറെ തേക്കടി രാജന്റെ ചാരിറ്റി ഗാനമേളയാലോ? ഞങ്ങൾ ഉത്സവം നടത്താൻ, ഉത്സവം മുടക്കാനല്ല. തേക്കടി രാജന്റെ പ്രശസ്തി നിങ്ങളുടെ കരകളിൽ വെത്തിയല്ലേ? എന്താണെന്ന് പറഞ്ഞ തേക്കടി രാജന്റെ ചാരിറ്റി ഗാനമേള. അപ്പൊ ചാരം ആവത്തില്ലേ? ചാരിറ്റി ആകുമ്പോ ചാരമൊക്കെ പൊടിയും കാര്യം. ഞാൻ എറിഞ്ഞു കൊല്ലും. ഞാൻ പറഞ്ഞേക്കാം, പരിപാടി ബുക്ക് ചെയ്തില്ലേലും വേണ്ടിയില്ല. ഗാനമേള വേണ്ട. വേറെ പരിപാടി നമുക്കെന്നാ ചെയ്യും? മിമിക്രി ചെയ്താലോ? മിമിക്രി ആര് ചെയ്യും? മിമിക്രി നല്ല സെറ്റപ്പ് ഒരു പയ്യനാണ്. ആരുടെയാ? അദ്ദേഹം ഇപ്പൊ ഇച്ചിരി പ്രശസ്തനൊക്കെയാണ്. കുട്ടിയാക്കലിന്റെ മിമിക്രി വെക്കാം. വലിയ കുട്ടിയായി പോയില്ലേ? ഏത് ചെറിയ കുട്ടികളുടെ പരിപാടികൾ? അത് ഈ പേരിലേ ഉള്ളു കുട്ടി. ആള് ഇച്ചിരി വലുതാ. അല്ല, അത് വേണ്ട. അത് വേണ്ട. അത് വേണ്ട. അതെന്താ? നല്ല ഷോയാണ്. നല്ല ഷോ. ഞാൻ കണ്ടതാ. എന്റെ ബിന്ദു പണിക്കർ. അതാണോ? ചീഞ്ഞത് വേണം. ഈ കേരളത്തിൽ ഇതുപോലെ ബിന്ദു പണിക്കർ പറയുന്ന ഒരു പയ്യൻ. അതാ ഞങ്ങൾ കണ്ടല്ലോ. ആണല്ലേ? അത് വേണ്ട. അത് വേണ്ട. എന്നാ നോബിയുടെ മെഗാ ഷോ വെച്ചാലോ? ആരുടെ? നോബി മാർക്കോസ്. നോബി മാർക്കോസ്. മാർക്കോസിന്റെ ഗാനമേള. അത് അല്ല, അത് വേറെ മാർക്കോസ്. ഇതേതാ? ഇത് നോബി മാർക്കോസ്. ഓ, അല്ല, നല്ല പരിപാടിയാ. 3.5 മണിക്കൂർ ഷോ ഉണ്ട്. ഗ്യാരണ്ടിയാണ്. എന്താ പറയുന്നത്? ഓളമുള്ള പരിപാടി വേണമെന്നുള്ളതാണ്. അതാണ് പുള്ളി ഓടുമ്പോഴൊക്കെ വയറൊക്കെ കിടന്ന് നല്ല ഓളം. സ്കിറ്റൊക്കെ കളിക്കുമ്പോ നല്ല ഓളം വെട്ടാണ്. അത് വേണ്ട. അത് വേണ്ട. ഒരു കാര്യം ചെയ്യും. വിധു പ്രതാപ് ഉണ്ടല്ലോ. വിധു പ്രതാപ്. ആ പുള്ളിയുടെ ഗാനമേള വെച്ചാൽ എന്താ? കാശൊരു വിഷയമല്ല. കാശ് വിഷയമല്ല. എന്നാ പിന്നെ എനിക്കെന്താ വിഷയം? നമുക്കിപ്പോ ആർക്കായാലും പരിപാടി കൊടുക്കാന്നുള്ളതാണ് എന്റെ ഇത്. വിധു ആണെങ്കിൽ പിന്നെ നമ്മളെ അടുത്ത കക്ഷിയാണ്. ഞാൻ വിളിച്ച അപ്പൊ തന്നെ വിളിച്ചാട്ടോ നോക്കാം. എന്താ ഡേറ്റ് ഒന്ന് പറഞ്ഞാട്ടെ? ഡേറ്റ് ഏപ്രിൽ 12. ഏപ്രിൽ 12. വിധു അതെ, ഗ്യാരണ്ടി പ്രോഗ്രാം ഏജൻസി. മധുകരം മധുച്ചേട്ടനാണ് വിളിക്കുന്നത്. അത് ഏപ്രിൽ 12 ഫ്രീ ആണോ? തൃത്താല ത്രിലോക ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാർ ഇവിടെ ഇരിക്കുകയാണ്. അവരുമായിട്ട് സംസാരിച്ചത് ഒരു ഇതിലെത്തിയിട്ടുണ്ട്. നമ്മള് റേറ്റ് പഴയ റേറ്റ് തന്നെയാണല്ലേ? എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു 25 രൂപ അങ്ങോട്ട് അഡ്വാൻസ് ഇട്ടേക്കാം. ഗൂഗിൾ പേ ചെയ്യാം. കാശ് വിഷയമല്ല. കാശ് അവർക്ക് വിഷയമല്ലെന്നാ പറയുന്നേ. കുഴപ്പമില്ല. ഞാൻ അവര് തന്നില്ല, ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഇട്ട് തന്നേക്കാം. അപ്പൊ ഒന്നോട്ട് ചെയ്തേരെ. ഏപ്രിൽ 25 തൃത്താല എന്തായിരുന്നു? തൃത്താല ത്രിലോകം. തൃത്താല ത്രിലോകം ക്ഷേത്രത്തിലെ ഒന്നോട്ട് ചെയ്തേരെ 10 മണിക്ക് രാത്രി. ഡേറ്റ് കൺഫേം. ശരി. പൈസ ഇപ്പൊ തന്നെ അയച്ചോട്. ഓക്കെ മനടാ. ഓക്കേടാ. പൈസ ഞാൻ അഡ്വാൻസ് അങ്ങ് അയച്ചോട്ടെ. ഇല്ലെങ്കിൽ ഇവര് പിന്നെ നമ്മൾ വിളിച്ചൊന്നും പോലും ഏക്കത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ്. പോയിട്ടുണ്ട്, പൈസ പോയിട്ടുണ്ട്. അപ്പൊ എഗ്രിമെന്റ് അങ്ങ് എഴുതാം അല്ലേ? അല്ല, എഗ്രിമെന്റ് എഴുതാൻ പറട്ടെ. ഗാനമേള വേണ്ട. ഗാനമേള മതി. കോമഡി ഷോ. ഇത് തനിക്ക് കുറച്ചു മുമ്പ് തന്റെ വാദം പറഞ്ഞുകൂടായിരുന്നു. കോമഡി ഷോ മതി. ഗാനമേള അടിയൊക്കെ നടക്കും. അത് പറ്റത്തില്ല. അതങ്ങനെ ശരിയാവുന്ന? ഞാനിപ്പോ അഡ്വാൻസ് കൊടുത്തതല്ലേന്ന്. കോമഡി ഷോ നല്ലത്. നമ്മൾ നോബി തന്നെ മതി. നോബിയുടെ കോമഡി ഷോ ബുക്ക് ചെയ്യാം. നോബിയുടെ കോമഡി ഷോ ബുക്ക് ചെയ്യാം. അതങ്ങനെ ശരിയാവുന്നത്? കോമഡി ഷോ മതിയെന്ന്. കുഴപ്പം ഞങ്ങളുടെ കരക്കാരല്ലേ നടത്തുന്നത്. പിന്നെ നിനക്കത് വിഷയം. ഞങ്ങൾ പിന്നെ പഠിക്കാൻ വന്നതാടാ. ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ? പിന്നെ എന്തൊരു വേണ്ട. ഞങ്ങളുടെ കരക്കാർ നടത്തുന്ന ഉത്സവമാണ്. കോമഡി ഷോ മതി. അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി. 25,000 രൂപ അഡ്വാൻസ് കൊടുത്ത് ഗാനമേള മതി. ഞാൻ ഒരു കാര്യം ചെയ്യാം ചേട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ മിമിക്സ് നടത്താൻ, നിങ്ങൾ ഗാനമേള നടത്താൻ എന്താ കുഴപ്പം? ഒറ്റ പരിപാടി ഗാനമേള. നോബിയുടെ കോമഡി ഷോ മതി. എഴുതണ്ട. നോബിയുടെ കോമഡി ഷോ എഴുതും. ഞാൻ അവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞോ ഞാൻ
കോമഡി ഷോ മതി. ഗാനമേള മതിയെടാ. നിങ്ങൾ ദേവി ചെയ്ത് കിടന്നും ഇവിടെ കിടന്നും വഴക്കുണ്ടാക്കരുത്. ഗാനമേള മതിയെന്ന്. നിങ്ങൾ ഒരു തീരുമാനത്തിൽ എന്തൊരു കഷ്ടമാന്ന് പറ. ഇത് പ്രധാന ഹലോ ഹലോ ഹലോ, ആ ഗ്യാരണ്ടി പ്രോഗ്രാം ഏജൻസി അല്ലേ? അതെ, ഗ്യാരണ്ടി പ്രോഗ്രാം ഏജൻസിയാണ്. നമസ്കാരം നമസ്കാരം നമസ്കാരം. ഞങ്ങള് കാരേറ്റ് ക്ഷേത്രത്തിൽ നിന്ന് ദേവി ക്ഷേത്രത്തിൽ നിന്ന്. കാരറ്റ്, പറഞ്ഞോട്ടെ. ഞങ്ങൾക്കൊരു ഗാനമേള വേണമായിരുന്നല്ലോ. ആരുടെ ഗാനമേളയാ? ഞങ്ങൾക്ക് ഇവിടെ മെയിനായിട്ട് വിധു പ്രതാപിന്റെ ഗാനമേളയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. വിധു പ്രതാപിന്റെ ഗാനമേളയോ? അതെ 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 അതെ. നിങ്ങൾ എത്ര കരക്കാരാണ്? ഞങ്ങള് 3 കരക്കാരാണ് പരിപാടി ബുക്ക് ചെയ്യാൻ തീരുമാനം. 3 കരക്കാരില്ലയോ? അതെ അതെ. ഈ വിധു പ്രതാപിന്റെ ഗാനമേളയുടെ പേരിൽ 2 കരക്കാർ ഇവിടെ കിടന്ന് മാറാടുകയാണ്. അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വിധു പ്രതാപിന്റെ ഗാനമേള ഞാൻ തരാൻ കേട്ടോ. അല്ല, അപ്പോഴപ്പം വിധു പ്രതാപിന്റെ ഗാനമേള ഇല്ലേ? അയ്യോ, തരാൻ പറ്റത്തില്ല. 2 കരക്കാർ ഇവിടെ കിടന്ന് പെനയാണ് വിധുവിന്റെ പേരിൽ. അപ്പൊ ഞങ്ങൾ എന്ത് പരിപാടി വെക്കും? നിങ്ങൾക്ക് ഞങ്ങളുടെ അടിപൊളി വൺമാൻ ഷോ തരട്ടെ. ആരുടെ വൺമാൻ ഷോ? രാജവെമ്പാല. ആര്, വാവാ സുരേഷ് കൊണ്ടുവരുമോ? അതല്ലെന്ന്, രാജൻ വെമ്പാല. ആണോ? അദ്ദേഹത്തിന്റെ വൺമാൻ ഷോ തരാം. കൊള്ളാമോ? കൊള്ളാമോ? വേണ്ട, തകർത്തിട്ടേക്കുന്നു. എനിക്കറിയാം എന്നെ വിളിക്കുന്നു. സാറേ, ടിക്കറ്റ് എടുക്കണോ? ഓടിക്കരുന്ന് ടിക്കറ്റ് വെക്കാനേ, ഇത് KSRTC ബസ്സല്ല. അതല്ല ഓപ്പറ ടിക്കറ്റ്. അത് ബിവറേജ്. OP ടിക്കറ്റ്. ടിക്കറ്റ് ഒന്നും വേണ്ട. KSRTCയിൽ എന്ത് ചെയ്യുന്നു? യാത്ര ചെയ്യുന്നു. അപ്പൊ ജീവനക്കാരനല്ല? ജീവനക്കാരനാണ്. ഏതെങ്കിലും ഒന്ന് പറയണം. ആദ്യം പറയുന്നത് യാത്ര ചെയ്യുന്നു, ഇപ്പൊ പറയുന്നത് ജീവനക്കാരനാണെന്ന്. സാറേ, ഞാൻ ഹോട്ടൽ ജീവനക്കാരനായ ഒരു യാത്രക്കാരനാണ്. ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം? സാറേ, വെളിയിലെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് എന്നൊരു ബോർഡ് കണ്ട് അത് കണ്ടിട്ട് ഞാൻ ഓടിക്കേറിയാണ്. ഓഹോ, സൗജന്യം ഒന്നും കണ്ടാൽ ഇയാൾ ഓടിക്കേറൂ? പിന്നെ സൗജന്യം എന്നാണ് ഞാൻ ഓടിക്കയറി. ഇന്നാളൊരു ദിവസം ഒരിടത്ത് സൗജന്യ വിളക്കെന്ന് എഴുതി വെച്ചിരുന്നു. ഞാൻ അവിടെ ഓടിക്കേറി. എന്നിട്ട് സൗജന്യ വിളക്ക് കിട്ടിയ? അത് സൗജന്യ വിളക്ക് നല്ലായിരുന്നു. പിന്നെ സൗരോർജ്ജ വിളക്കെന്നായിരുന്നു. അപ്പൊ കാഴ്ചക്കാണ് പ്രശ്നം. കാഴ്ചക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ. ഇപ്പൊ എന്താ പ്രശ്നം? എന്നെ ഒന്ന് പരിശോധിക്കണം സാറേ. അങ്ങനെ നോക്കാനൊന്നും പറ്റൂല. ഇത് KSRTC ജീവനക്കാർക്ക് വേണ്ടി മാത്രമുള്ള സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ്. സാറേ, ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ യാത്രക്കാരില്ലെങ്കിൽ KSRTC ഇല്ല. യാത്രക്കാരില്ലാതെയും ഇവിടെ KSRTC ഓടുന്നുണ്ട്. മര്യാദയ്ക്ക് ഒന്ന് നോക്ക് സാറേ. വെറുതെ ശല്യപ്പെടുത്താ ഒന്ന് പോകുന്നുണ്ടോ? സാറേ, മൊത്തത്തിൽ എന്നും നോക്കന്നെ. മൊത്തത്തിലൊന്ന് നോക്ക്. നോക്കി, നല്ല ബോഡി ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്തോ. എന്നെ ഒന്ന് നോക്കണം സാറേ. ഇതൊരു ശല്യമായല്ലോ. ഒന്ന് പരിശോധിക്കും. കണ്ണുറക്ക്. കണ്ണടച്ചില്ലല്ലോ. ഇതൊരു മെഡിക്കൽ ഭാഷയാണ്. എന്തിനു വാ തുറന്നത്? അല്ല, വാ തുറക്ക അടുത്ത് പറയുമല്ലോ. വായടക്കി. പിന്നെ ഇയാൾക്ക് പോഷകാഹാരത്തിന്റെ കുറവാണ്. അയ്യോ, പാലും മുട്ടയും ബീഫും മട്ടനും ചിക്കനും ഒക്കെ കൃത്യസമയത്ത് കഴിക്കണം. അങ്ങനെയാണെങ്കിൽ ജയിലിൽ പോയി കിടക്കാം. അതെന്തിന്? അല്ല, അവിടെയാണല്ലോ ഇതുപോലത്തെ പോഷകാഹാരങ്ങൾ കൃത്യസമയത്ത് കിട്ടുന്നത്. ഞാനൊരു കുറിപ്പ് തരാം. ജയിലിൽ പോയി കിടക്കാനാ? അല്ല, അപ്പുറത്തെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിക്കാം. കൊണ്ടുപോക്കോ. എന്തോ സാറേ, ഇതിന് ചിലന്തി വില വരച്ചു വെച്ചിരിക്കുന്നത്? എവിടെ? ചിലന്തി വില അല്ല, അതെ, ഞാൻ ജലൂസിനെന്ന് എഴുതിയതാണ്. അതിന്റെ വരയാണ്. അതെ അതെ. മറിയില്ല, ജീവനക്കാർ വരുന്നു. ജീവനക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഡ്രൈവറും കണ്ടക്ടറും ഉണ്ടല്ലോ. അതെ, ഞങ്ങൾ 2 പേരും ഒരു ബസ്സിലാണ് ഡ്യൂട്ടി. അത് മാത്രമല്ല, ഞങ്ങൾ 2 പേരും ഒരു വീട്ടിലാണ് താമസവും. ലിവിംഗ് ടുഗദറിനൊക്കെ KSRTC സമ്മതിക്കൂ? അതെ, അതല്ല, ഞങ്ങൾ 2 ഭാര്യയും ഭർത്താക്കന്മാരും വന്നു. അപ്പൊ മനസമാധാനം ഇല്ലായ്മയാണ് അസുഖം. അതെങ്ങനെ മനസ്സിലായി? അല്ല, 2 പേരും ജോലി സ്ഥലത്തും വീട്ടിലും ഒരുമിച്ചല്ലേ നടക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞത്. അപ്പൊ ഇതാണോ ഡോക്ടർ? അല്ല, ഞാനാണ് ഡോക്ടർ. അവ ഒരു കൗണ്ടർ ഇടയ്ക്ക് പറഞ്ഞതാണ്. ഒറിജിനൽ ഡോക്ടർ ഞാനാ. ഇപ്പൊ എന്താ പ്രശ്നം? എന്റെ ഡോക്ടറെ, എനിക്കാണെങ്കിൽ കഴുത്തിന്റെ അവിടെ ഭയങ്കര വേദന. ഭർത്താവിനെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ഇടിയിച്ചാ പോരെ? എന്റെ പൊന്നു ഡോക്ടറെ, ഒരു പ്രാവശ്യം ഇങ്ങേരെന്റെ കഴുത്തിലൊന്ന് മാല ഇട്ടതാണ് ഞാൻ ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. അതല്ല പറഞ്ഞത്. ഇദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലും ഒരു ഓയിൻമെന്റ് കഴുത്തിൽ ഇടിച്ചാ പോരെന്ന്. എന്റെ പൊന്നു ഡോക്ടറെ, അവസരം മുതലാക്കിയ പോലെ എന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലും ആ മനുഷ്യൻ. നിന്റെ രോഗം മാത്രം പറഞ്ഞാൽ മതിയാ? നിന്റെ രോഗം പറയട്ടെ. എന്താണ് പറയും? സാറേ, ഞാൻ ഈ ബസ് ഓടിക്കുന്ന സമയത്തെ നിർത്താതെ അങ്ങ് ചുമയാണ്.
നിർത്താതെ ചുമയുണ്ടല്ലേ. നമ്മൾ യാത്രക്കാര് കൈകാണിക്കുമ്പോഴേ നിങ്ങൾ ഡ്രൈവർമാര് ബസ് നിർത്താതെ പോകൂലേ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ നിർത്താത്ത ചുമ. ഈ അലർജി ഉണ്ടെങ്കിലും നിർത്താതെ ചുമയുണ്ടാവും. നിങ്ങൾക്ക് എന്തിനോടെങ്കിലും അലർജി ഉണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് അലർജി ഒന്നുമില്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇവക്ക് എന്നെ കാണുമ്പോ ഒരു അലർജി ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും അലർജി ഉണ്ട്. നമ്മള് യാത്രക്കാര് കൈ കാണിക്കുന്നത് ഡ്രൈവറിന് അലർജി. അത് കഴിഞ്ഞ് നമ്മൾ ബസ്സിലോട്ടൊന്ന് കയറി കഴിഞ്ഞാൽ ഇവരെടുത്ത് നമ്മൾ കണ്ടക്ടറടുത്തൊന്ന് ടിക്കറ്റ് എടുക്കും. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് ഇവരെടുത്ത് ബാലൻസ് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടക്ടർമാർക്ക് അലർജിയോട് അലർജി. കിതപ്പുണ്ടോ? അയ്യോ കിതപ്പുണ്ടോന്നോ? ഇയാളുടെ ഫോണെങ്ങാണോ ഞാനൊന്നെടുത്ത് പരിശോധിക്കാൻ നോക്കിയാലുണ്ടല്ലോ അപ്പൊ തുടങ്ങും അങ്ങേർക്ക് കിതപ്പ്. അത്രയല്ലേ ഉള്ളൂ, എന്നെ പോലെ ഒരു അറ്റാക്ക് ഒന്നും വന്നില്ലല്ലോ. അല്ല, ഈ കിതപ്പ് വന്നു കഴിഞ്ഞാൽ അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന്. പിന്നെ എന്താ കാര്യം എന്നറിയാമോ? ഇവർ ഈ സ്റ്റീറിംഗിന്റെ ബാക്കിൽ ഒരേ ഇരിപ്പല്ലേ ഇരിക്കുന്നത്. അതെ അതെ, വ്യായാമമില്ല, ഡോക്ടറെ, ഇല്ല എക്സസൈസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, കിട്ടുന്ന സമയങ്ങളിൽ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും ഓടണം. ആര് പറഞ്ഞു ഓടില്ലെന്ന്? എന്റെ പൊന്ന് സാറേ, ഒരാഴ്ച 2 ദിവസമല്ല 5 ദിവസം ഒരു ഈ ഡ്രൈവർമാർ ഓടുന്നുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഈ ബസ് ഓടിക്കുമ്പോഴേ ഏതെങ്കിലും പാവപ്പെട്ടവരെ കൊണ്ടുപോയി ചുടിക്കും, എന്നിട്ട് നിങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടൂലേ? അത് കറക്റ്റാ. ആ ഓട്ടോ സാറിന് കാണണം. ആമക്കൻ ഓട്ടോ ഓടുമ്പോഴേ റോഡിലെ ടാർ വരെ പറഞ്ഞു പോകും. അത് മാത്രം ഇവള് ഇടയ്ക്കിടയ്ക്ക് പറയും എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ടെന്ന്. ഭയങ്കര പെട്ട അത് കാരണം എനിക്ക് കഥപ്പെന്ന് പറഞ്ഞ അവള് ഭയങ്കര ബഹളമാണ്. അയ്യോ, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഒരു കാര്യം ചെയ്യണം, ഉപ്പ് മധുര പലഹാരങ്ങൾ പാടെ നിർത്തണം. കൂടിയ വലി പാടില്ല. ഉപ്പ് മധുരപലഹാരങ്ങളെല്ലാം നിർത്തണം. കുടിക്കാനും പറ്റത്തില്ല, വലിക്കാനും പറ്റില്ല. ഇവിടെ പ്ലാസ്റ്റർ ഇരിപ്പുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ, എന്തിനാ? ഇതൊന്നും കഴിക്കാൻ വയ്യെങ്കിൽ പിന്നെ എന്തിനാ എനിക്ക് വാ അടച്ചങ്ങ് വെച്ചേക്കണം ഇങ്ങനെ. അത് നല്ലൊരു കാര്യാട്ടാ. നിങ്ങളുടെ വായിക്ക് കുറച്ച് റെസ്റ്റും കിട്ടും, എനിക്ക് കുറച്ച് സമാധാനവും കിട്ടും. അതെ മിസ്റ്റർ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഒരു ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. അപ്പൊ നമ്മുടെ ഭക്ഷണങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. എങ്ങനെ? നിങ്ങൾ കൂടുതലും നാരുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യം ചെയ്താളാ, സത്യം ഞാൻ ഭാഗ്യം ചെയ്താളാ. ഇവളെ ഏതൊരു ആഹാരം ഉണ്ടാക്കി തന്നാലും ഒരു മുടി നാരെങ്കിലും ആ ആഹാരത്തിൽ കാണാതിരിക്കത്തില്ല. ഞാൻ മുടിനാരിന്റെ കാര്യമല്ല പറഞ്ഞത്, നാരുള്ള പച്ചക്കറികൾ കഴിക്കണമെന്ന്. പച്ചക്കറിയുടെ കാര്യം പറഞ്ഞോളെ പച്ച തെറി പറയും. വേണ്ട. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ആഹാരത്തിന്റെ രീതി 3 നേരം കഴിക്കുന്നത് 2 നേരം ആക്കണം. അത് എങ്ങനെ പറ്റും സാറേ? ഈ 3 നേരം കഴിക്കേണ്ട ആഹാരം 2 നേരം കഴിച്ചാൽ വയറ് വീർത്തിയാ പൊട്ടിപ്പോത്തില്ലേ? മനുഷ്യ, ആഹാരം കൂട്ടാനല്ല പറഞ്ഞത്, കുറയ്ക്കാനാ പറഞ്ഞത്. ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ കഴിച്ചോളാം. അല്ലെ, എന്താ ഈ കയ്യിലൊക്കെ ഒരു തടിച്ച പാടുകൾ കിടക്കുന്നത്? ഒന്ന് കാണിച്ചേ. ഇതല്ലേ സാറേ? എന്താ ചൊറിഞ്ഞങ്ങ് തടിക്ക് വന്നു. ആണല്ലേ, കുറെ നാളായില്ലേ തുടങ്ങിയിട്ട്? എന്റെ കയ്യിലും ഉണ്ടല്ലേ? അപ്പൊ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ക്ഷുദ്രജീവികളുമായിട്ടുള്ള സഹവാസം ഒഴിവാക്കണം. അപ്പൊ ഞാൻ ഇവിടെ ഉപേക്ഷിക്കണം. ഈ ക്ഷുദ്രജീവിയുടെ കാര്യമല്ല പറഞ്ഞത്, ക്ഷുദ്രജീവികൾ അതുമായിട്ടുള്ള സഹവാസം ഒഴിവാക്കണം. ക്ഷുദ്രജീവികളായിട്ടുള്ള സഹവാസം ഒഴിവാക്കണമെങ്കിൽ ഇവർ ഈ KSRTC-യിലുള്ള ജോലി ഫുള്ളായിട്ട് അങ്ങ് കളയണം. എന്തുമാത്രം ക്ഷുദ്രജീവികൾ എന്നറിയാം ബസ്സിനകത്ത്. അല്ലി, പാറ്റ, പഴുതാര. ഒരു ദിവസം ഞാൻ ബസ്സിന്റെ ഫ്രണ്ട് ഇരിക്കുമ്പോഴേ ഒരു ശംഖ് വരെ എന്നെ ഒക്കെ ചിരിക്കുന്നു. ഞാൻ അവസാനം ഗ്ലാസും പൊട്ടിച്ച് ഡൈമടിച്ച് വെളിയിൽ പോയി. അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഒരുത്ത് ഇടിക്കുന്ന മുള്ളം പന്നിയായിട്ടാ ഞാൻ ബസ്സിനകത്ത് വന്നത്. കൊടയായിരിക്കാൻ വേണ്ടി റബ്ബർ ബാൻഡ് വെച്ച് കെട്ടുകയും ചെയ്തു. ഡോക്ടറെ, ഈ ഉറക്കത്തിൽ കിടന്നിട്ടേ ഈ മനുഷ്യന് എപ്പോഴും പിച്ചും പേയും പറയും, അതൊരു അസുഖമാണോ? അതൊരു അസുഖമാണ്. പിച്ചും പേയും പറയുന്ന ഒരു അസുഖമാണ്. പിന്നെ എന്താ പിച്ചും പേയും പറയുന്നത്? അയ്യോ, അത് പറയാൻ പറ്റത്തില്ല ഡോക്ടറെ. അങ്ങനെ പറയരുത്, പറയണം. കാരണം ഡോക്ടറിനോടും വക്കീലിനോടും കള്ളം പറയാൻ പാടില്ല. പറയൂ, എന്താണ് പറയുന്നത്? ശരി തന്നെ, പക്ഷെ എനിക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ പറയണം, പറഞ്ഞാലല്ലേ എനിക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റൂ. പറയൂ. പച്ച തെറിയ ഇങ്ങനെ ഉറക്കത്തിൽ കിടന്ന് പറയണത്. പകലിയാളെ വാതുറക്കാൻ സമ്മതിക്കട്ടെ, എങ്കിലും വല്ലതും പറയാൻ പറ്റൂ. ആ ദേഷ്യത്തിലാണ് അയാൾ രാത്രി ഉറക്കത്തിൽ കിടന്ന് ചീത്ത വിളിക്കുന്നത്. ഞാനും എന്റെ ഭാര്യ എങ്ങനെയാണ് ഉറക്കത്തിലാണ് ചീത്ത വിളിക്കുന്നത്. ഒരു കാര്യം പറയട്ടെ, 99% പുരുഷന്മാർക്ക് ഈ അസുഖമുണ്ട്. ആണോ? അപ്പൊ ബാക്കിയുള്ള 1% അത് ഭാര്യയുമായി അകന്ന് ജീവിക്കുന്ന മഹാഭാഗ്യവാന്മാർ. അപ്പൊ സാറും ഡോക്ടറെ, ഇങ്ങനെ ആണുങ്ങളെ മാത്രം ഇങ്ങനെ പ്രശംസിച്ച് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല. എന്റെ ഡോക്ടറെ, ഇങ്ങനെ സ്വഭാവം ഡോക്ടർക്ക് അറിഞ്ഞുകൂടാത്തുണ്ടാ. എന്ത് സ്വഭാവം? പെമ്പിളരെ കാണുമ്പോഴല്ലോ വല്ലാത്ത ഒരു ഇളക്കവാ. ഓ, എന്താ ഇളക്കോടി? എന്താ ഇളക്കോടി? ഞാൻ പറയാം അടങ്ങിയിരിക്കും, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്റെ ഡോക്ടർ ബാക്കില് പെമ്പിളരുണ്ടെങ്കിൽ ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്തുണ്ടല്ലോ, സാടം ബ്രേക്ക് ഇട്ടൊരു ഒറ്റ ചവിട്ടാണ്. അപ്പൊ പെമ്പിളരെല്ലാം ഫ്രണ്ടിൽ വരും. അത് വെറുതെ ചവിട്ടുന്നല്ല, ആ ബസ്സിന്റെ ബാക്കി വേറെ ആൾക്കാർക്ക് കയറണ്ടേ? അത് കയറണ്ടേ? അതുകൊണ്ട് ഞാൻ ചവിട്ടുന്ന. നീ വലിയ കാര്യമൊന്നും എന്നോട് പറയണ്ട. നീ കാണിക്കണ കാര്യമൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്ത്? ആമ്പിള്ളാര് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ടിക്കറ്റിന്റെ ബാക്കിൽ ഇവിടെ ഫോൺ നമ്പർ എഴുതി കൊടുപ്പാണ് ഇവിടെ ജോലി. നുണയൻ. എന്റെ പൊന്നു ഡോക്ടറെ, അതൊന്നും അല്ല. ഞാൻ
ബാലൻസ് എഴുതി കൊടുക്കുന്നതാണ്. നീ കൊറേ ബാലൻസ് എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ടടി. നിങ്ങൾ കൂടുതൽ സംസാരിക്കണ്ട. ഡോക്ടറിന് അറിയാവോ ഈ ഡ്രൈവർമാര് വണ്ടി ഓടിക്കുന്ന സമയത്ത് മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കോ പുറകിലോട്ട് നോക്കി വണ്ടി ഓടിക്കോ? മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കും. ആണല്ലോ, ഈ മനുഷ്യൻ പുറകിലോട്ട് നോക്കിയാ വണ്ടി ഓടിക്കണം. എടി, അതെന്തിനാന്നറിയാവോ? ഈ ബൈക്കിൽ എന്താ ചെയ്തെന്ന് എനിക്ക് അറിയണോടി. പിന്നെ നിങ്ങൾ എന്നെ നോക്കിയല്ലേ വണ്ടി ഓടിക്കണത്? ബഹളം ഉണ്ടാക്കരുത്. എന്റെ പൊന്നു ഡോക്ടറെ, ഇത് സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് അതോ കുടുംബ കോടതിയാണ്? ആർക്കറിയാം? ഇതിന് ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ KSRTCക്ക് പോലും പറ്റൂല. നീ അങ്ങ് ബസ്സിൽ കയറി പാടി. നിങ്ങളടുത്ത് ഞാൻ ഒരു കാര്യം പറയാം. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് ഞാൻ മര്യാദക്ക് വണ്ടി ഓടിക്കാൻ നീ സമ്മതിക്കുന്നില്ല. ടിക്കറ്റ് മനസ്സമായിട്ട് കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്നെ എനിക്കത് കാണണം. കാണാടി ആ, നമുക്ക്. കാണണം. നിങ്ങൾ ഇങ്ങോട്ട് വാ. ഈ പ്രശ്നത്തിന് ഒറ്റ പരിഹാരമേ ഉള്ളൂ. എന്തോന്ന്? ഇവര് KSRTCയിൽ അപേക്ഷ കൊടുത്തിട്ട് ഡബിൾ ടക്കർ ബസ്സിൽ ഡ്യൂട്ടി വാങ്ങിക്കണം. അപ്പോഴാ അതാവുമ്പോ മനസമാധാനമായിട്ട് ഡ്രൈവർക്ക് താഴെ ഇരുന്ന് വണ്ടി ഓടിക്കാം, ഈ കണ്ടക്ടറിന് മനസമാധാനമായിട്ട് മുകളിൽ നിന്ന് ടിക്കറ്റും കൊടുക്കാം. അത് ഓക്കെ. അതാണ് ഓക്കെ. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഏവരും കാത്തിരുന്ന ആ സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഇന്ന് ഗെയിം പ്ലാൻ ചെയ്യാൻ എന്നോടൊപ്പം സജീവമായിട്ടുണ്ട് ശ്വേതാജി, തംസരാജ്. അതാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഒരു വ്യത്യസ്തമായ രീതിയിലാണ് തംസരാജ് കളിക്കുന്നത്. സംഭവത്തിലുള്ളൂ നിങ്ങൾ തമ്മിലുള്ള ഒരു മനപ്പൊരുത്തം എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പോവാണ്. ഒരുത്തരുടെ ഓഡിയോ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മറ്റിടത്ത് നമ്മൾ ലൗഡ് ആയിട്ട് മ്യൂസിക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. മ്യൂസിക്കിനുള്ള ഇയർഫോൺസ് റെഡിയാണ്. അപ്പൊ കളിക്കുന്ന രണ്ടുപേരിൽ ഒരാള് ഇതിങ്ങനെ വെക്കുന്നു. ഇവരോട് ചോദിക്കുക ആരാണ് കളിക്കാൻ പോകുന്നത്, ആരാണ്. നമ്മളിവിടെ ഹെഡ്സെറ്റ് വെക്കുന്നത് ശ്രീവിദ്യ. ടീം മെമ്പേഴ്സ് ആയിട്ട് തന്നെയാണ്. ടീം മെമ്പേഴ്സ് ആയിട്ടാണ്. ഇവിടെ ആരായിരിക്കും ഹെഡ്സെറ്റ് വെക്കാൻ പോകുന്നത്? ഞാൻ ഹെഡ്സെറ്റ് വെക്കാം. ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ശ്രീവിദ്യക്കുള്ളതാണ്. ബട്ട് കീപ് ഇറ്റ് വിത്ത് യു. ഇത് ഞാൻ എന്റെ സൈഡിൽ വെക്കുന്നു. ആദ്യം ഏത് ടീം? ആദ്യം നോബിയും അപ്പൊ ആരാണ് ഇയർഫോൺസ് വെക്കാൻ പോകുന്നത്? അത് ശരി, അവള് ചെവിയിൽ വെക്കണോ നല്ലത്. ഒരു സെക്കൻഡ്, നോബി ചേട്ടാ അപ്പുറത്തേക്ക് പോയി നിക്കാവോ? നോബിയാണെങ്കിൽ മുഖം നിറച്ച് താടി. നിന്നോ അഖിൽ നിന്നോ. റെഡി? നോബി ചേട്ടാ റെഡി ആണോ? പ്രേക്ഷകരെ 3 സിനിമ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 3ഉം പറ്റിയാൽ പറയണം, ഇല്ലെങ്കിൽ മാക്സിമം നോക്കുക. കമോൺ. സൗണ്ട് വേണ്ട, ലിപ്പ് അനക്കാ പാട്ട് വെച്ചേക്കണത്. നീ ചുമ്മാ മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും. ഒന്നുകൂടെ മീരയുടെ മീനിന്റെ പ്ലാനില് മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും. പേര് എനിക്ക് കിട്ടുന്നില്ല. പേര് മീനയുടെ ദുഃഖവും കുറ്റവും. മുത്തുവിന്റെ സ്വപ്നവും. മീനയുടെ അങ്ങനെ ഒരു പടം ഉണ്ട്. കുട്ടിയും അങ്ങനെയല്ല പടം. മീരയുടെ ദുഃഖവും മീരയുടെ സ്വപ്നവും. മീരയുടെ കുറ്റവും. ഒരു കാര്യം മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും. ഒരു പോലെ എന്തോന്ന് ഒരു വാക്കുള്ള ഫിലിമാണോ? അതറിയില്ല, പറ. പച്ചയോ? പച്ചല്ല, വെള്ള. പക്ഷേ നിർത്തി പറ. എന്റെ സിനിമ ഒരു വാക്കാണോ? പക്ഷേ ഓ ഇവിടെ തെറ്റി. പണ്ടേ കണ്ടല്ലോ ഇന്നലെ. സൂപ്പർ. ലാസ്റ്റ് വൺ. മൂന്നാമത്തെ. പൂച്ചക്കൊരു മുക്കുത്തി. ഈശ്വര, അതെന്തൊക്കെ വരും എന്തോ. ഒന്നുകൂടെ പറയോ? പൂച്ചക്കൊരു കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് പറയോ? ഡിഫിക്കൽട്ട് ആയിട്ട് ഞാൻ ഈ പേരെങ്ങനെ പറയും? ഇങ്ങനെ പറ ചേട്ടാ. ഒന്നുകൂടെ. പൂച്ചക്കൊരു മുക്കുത്തി. ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റായിട്ട് പറഞ്ഞത്. 3ൽ 3 മാർക്കാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഗുഡ് ജോബ് ഗൈസ്. പക്ഷെ എത്ര സമയം എടുത്തു എന്നുള്ളത് ഞാൻ പറയില്ല. കഴിഞ്ഞു മോളെ. പൊളിച്ചുമോളെന്നല്ലേ? അതെ, ഭയങ്കര സൗണ്ട് ആട്ടോ ഇത്. ഒരു രക്ഷയില്ല.
ഇനി അടുത്ത വരുന്ന ഞാൻ ഇവിടെ team. ഇതിലും കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അതാണോ ലക്കി? പ്ലീസ്. അല്ല എനിക്ക് ഡ്രസ്. ഇതാരാ വെക്കുന്നത്? ഞാൻ ആണോ? ഓ അങ്ങനെ ഇത്രയല്ലോ. എടുത്താ മതിയായിരുന്നു. റെഡി? സപ്തമശ്രീ തസ്കര. ചീത്ത വിളിച്ചതാ. തുടങ്ങിയോ? തുടങ്ങി. ഇവിടെ നോക്ക്. സപ്തമശ്രീ തസ്കരാഹ. പച്ചഭാസ്കരൻ. ഒന്നുകൂടെ പറ. സപ്തമശ്രീ സപ്തമശ്രീ തസ്കര. സദാനന്ദന്റെ സമയമാണോ? കറക്റ്റ്. ഒന്നുകൂടെ. ഞാൻ വാക്ക് അതിനോടൊപ്പം ശ്രീ. അയ്യോ പറയാൻ പറ്റൂല. മനസ്സിലായി സംഭവം. അയ്യോ പതുക്കെ സംഭവം മനസ്സിലായി. പറയാൻ പറ്റില്ല. പറ. സപ്തശ്രീ. സദാനന്ദല്ലേ? പൃഥ്വിരാജിന്റെ പടമല്ലേ? ബോളി കുറച്ച് പറഞ്ഞാ മതി. എന്റെയോ? മൃഗയ്യ. മൃഗയ്യ. ശരിയാ. മിച്ചറ. മിച്ചറ. മൃഗയ്യ. 3 അക്ഷരം. ഹൃദയം. മൃണാൾ. മൃണാൾ. രണ്ടെണ്ണമായി. ഇനി ഒരെണ്ണം കൂടിയേ ഉള്ളൂ. സമയം എത്ര എടുക്കുന്നുള്ളൂ നമുക്ക് ഇപ്പൊ അറിയാൻ പറ്റും. കൊട്ടാരം. വീട്ടിലെ അപ്പൂട്ടൻ. കുട്ടിക്കാലത്തെ വികൃതികളുടെ പുസ്തകം. അത് വേറെ ഉണ്ട്. കുറെ പുസ്തകങ്ങളുണ്ട് അങ്ങനെ കുട്ടിക്കാലത്ത്. അത് വിടും. കൊട്ടാരം. കൊട്ടാരം. ഒന്നുകൂടെ. കോട്ട. കാലം. കോട്ടയം. കൊട്ടാരം. വീട്ടിലെ അപ്പൂട്ടൻ. കോട്ടയം വീട്ടിലെ അപ്പൂപ്പനാ. കോട്ടയം വീട്ടിലെ കൊട്ടാരം. നോക്ക്. കൊട്ടാരം വീട്ടിലെ ഊരിക്കോട്ടെ. അടിപൊളിയേട്ടാ. വേറൊരു ലോകസത്യ പോലെ ഇത് ഊരുമ്പോ. 2 പെൺകുട്ടികളും നന്നായി ചെയ്തിട്ടുണ്ട്. 2 ആൺകുട്ടിയോളും നന്നായി ചെയ്തിട്ടുണ്ട്. അതന്നെയല്ലേ കുട്ടിയോള് ചെയ്യട്ടെന്നേ. നമുക്കിതൊക്കെയല്ലേ രസം. പ്രേക്ഷകരെ വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത ദിവസം കാണാം. ബൈ.